ജോലിഭാരം കൂട്ടിയതല്ലാതെ ആശാ വർക്കർമാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു? കോൺഗ്രസിന്റെയും BJPയുടെയും രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കവേ കേരളത്തിൽ ഉയരുന്ന ശക്തമായ ചോദ്യമാണിത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ 5000 രൂപയും BJP ഭരിക്കുന്ന UPയിൽ 1500 രൂപയും മാത്രം ലഭിക്കുമ്പോൾ കേരളം ആശമാർക്ക് ഓണറേറിയവും ഇൻസെന്റീവുമായി ചേർത്ത് നൽകുന്നത് 13200 രൂപയാണ്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാണ് കോൺഗ്രസും BJPയും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതെന്നാണ് വസ്തുതകൾ ചൂണ്ടിക്കാട്ടി ഉയരുന്ന പ്രധാന വിമർശനം. ആശമാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ ആശമാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ആശമാർ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. ഇടതുപക്ഷം പിന്തുണ നൽകിയ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റേഴ്സ് എന്ന ആശ ആവിഷ്കരിച്ചത്. ഹർകിഷൻ സിംഗ് സുർജിത്തും സീതാറാം യെച്ചൂരിയും മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടിയിൽ നിരവധി ജനപ്രിയ പദ്ധതികളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് വിവരാവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി. പുറമെ ആശ തൊഴിലാളികൾ എന്ന നിലയിലല്ല, സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് ആശാ പദ്ധതി അന്നത്തെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും മോദിയുടെ കാലത്തും ആശമാരെ കാണുന്നത് സന്നദ്ധ പ്രവർത്തകരായാണ്. ഇത് കാരണം ന്യായമായ ശമ്പളമോ മിനിമം വേതനമോ ആശാ വർക്കർമാർക്ക് ബാധകമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ. കേന്ദ്ര പദ്ധതി ആ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ സംസ്ഥാന സർക്കാരുകൾക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾക്കുള്ള വേതനത്തിന്റെ കാര്യത്തിൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരമുള്ളൂവെന്ന് ചുരുക്കം. ആശമാരെ സംബന്ധിച്ചിടത്തോളം NHM സ്കീമിന്റെ ഭാഗമായിട്ടാണ് ആശമാർ പ്രവർത്തിക്കുന്നത്. ആ NHM സ്കീമിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആശമാരെ കേന്ദ്ര ഗവൺമെന്റാണ് തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും തൊഴിലാളികൾക്ക് നൽകേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകേണ്ടതും. എന്നാൽ തൊഴിലാളികളായി അംഗീകരിക്കാനോ മിനിമം വേതനം പോലും നൽകാനോ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനോ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കേന്ദ്രം 2005 പ്രഖ്യാപിച്ച ഈ പദ്ധതി അന്ന് കേരളം ഭരിച്ച UDF സർക്കാർ നടപ്പിലാക്കിയില്ല. പിന്നീട് 2006 VS സർക്കാരാണ് സംസ്ഥാനത്ത് ആശാ പദ്ധതി നടപ്പിലാക്കിയത്. VS സർക്കാരിന്റെ കാലത്ത് ഓണറേറിയം 3000 രൂപയായി ഉയർത്തി. 2011 വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 14 മാസം പിന്നിട്ടിട്ടും ഓണറേറിയവും ഇൻസെന്റീവും നൽകിയില്ല. അന്നത്തെ ഭരണത്തിൽ ഓണറേറിയം 5000 രൂപയാക്കുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും 700 രൂപയിൽ നിന്ന് 1000 രൂപ മാത്രമാക്കിയാണ് ഉയർത്തിയത്. ഉമ്മൻചാണ്ടി കാലത്തെ 1000 രൂപയിൽ നിന്ന് പിണറായി സർക്കാർ ഘട്ടം ഘട്ടമായി ഓണറേറിയം ഇന്ന് നൽകുന്ന 7000 രൂപയിലേക്ക് എത്തിച്ചു. ഇതും ഇൻസെന്റീവും ചേർത്താണ് ആശാ വർക്കർമാർക്ക് 13200 രൂപ ലഭിക്കുന്നത്. ആവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി 100 കോടി രൂപ ഇപ്പോഴും കൊടുത്ത പൈസ തന്നിട്ടില്ല. ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പരിപാടി. അതിൻ്റെ അവരെ സ്കീമാണല്ലോ. ആ സ്കീമിൽ തരേണ്ടുന്ന പണം 100 കോടി രൂപ ഇപ്പോഴും തന്നിട്ടില്ല. എന്നിട്ട് കേരള ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. മാത്രമല്ല, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംസ്ഥാനവും അതാണ്, ഇവിടെയാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും കേന്ദ്ര സർക്കാരുകൾ ഓണറേറിയവും ഇൻസെന്റീവും ഒരു ഘട്ടത്തിൽ പോലും വർദ്ധിപ്പിച്ചില്ല. മാത്രമല്ല, ആവുന്നത്ര ദ്രോഹിക്കാനാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ടിലേക്കുള്ള 468 കോടി രൂപ കേന്ദ്രം നൽകിയില്ല. ഇത് ഇൻസെന്റീവ് പോലും നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാരിനുണ്ടാക്കി. കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനെ തുടർന്ന് ഈ തുക സംസ്ഥാനമാണ് പിന്നീട് നൽകിയത്. ഇൻസെന്റീവ് മുടക്കിയതിന് പുറമെ ആശമാർക്കുള്ള ആശ്വാസ കിരൺ എന്ന ഇൻഷുറൻസ് പദ്ധതിയും മോദി സർക്കാർ റദ്ദാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിന് 1000 രൂപ വർദ്ധിപ്പിക്കാനായെങ്കിൽ മോദി സർക്കാരിന് ഇത് കഴിയാത്തതല്ല. ഇപ്പോഴും ആശമാരോട് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്.
പക്ഷേ അവർക്ക് അവരുടെ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ കേന്ദ്രം അത് നൽകണം എന്നുള്ളത് ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കഴിഞ്ഞ ഒരു വർഷം ഒരു സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. 100 കോടി രൂപ ആശമാരുടെ ഇൻസെൻറ്റീവ്സിൽ നൽകിയപ്പോൾ, ഓണറേറിയത്തിൽ നൽകിയപ്പോൾ കേന്ദ്രം നൽകാനുള്ളതാണ് 100 കോടി രൂപ. ഓണറേറിയം നമ്മൾ നൽകേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ നൽകിയിട്ടുണ്ട്. കേന്ദ്രം നൽകേണ്ട 100 കോടി രൂപ നൽകിയിട്ടില്ല. അപ്പോൾ അതുൾപ്പെടെ നമുക്ക് നേടിയെടുക്കേണ്ടതാണ്. കുടിശ്ശികയോ ഒരു ഓണറേറിയമോ ഇൻസെൻറ്റീവ്സോ ഒന്നും കുടിശ്ശിക ഇല്ല. എല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്. ജനുവരി മാസം വരെയുള്ളത് നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാർക്ക് അർഹതപ്പെട്ടത് നൽകാത്തതിന് പുറമെ അവരുടെ ജീവിത പ്രതിസന്ധി മാറ്റാൻ കേന്ദ്രം ഒരു തരത്തിലും ഇടപെടുന്നില്ല. കേന്ദ്ര നയം മാറ്റാതെ വേതനം വർദ്ധിപ്പിക്കാൻ മറ്റ് പോംവഴികളില്ല. അങ്ങനെയിരിക്കെ സെക്രട്ടേറിയറ്റിനു മുൻപിൽ ഒരു വിഭാഗം ആശാ വർക്കർമാർ നടത്തുന്ന സമരം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ നീങ്ങേണ്ടത്?